ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഹൗ ടു മേക്ക് ടാക്സ് ആൻഡ് നോൺ ടാക്സ് ബിൽസ്, ടാക്സ് ബില്ലും നോൺ ടാക്സ് ബില്ലും എങ്ങനെ റീറ്റെയിൽ ഐഡി സോഫ്റ്റ്വെയറിൽ ചെയ്യാമെന്നാണ് നോക്കുന്നത്. സെയിൽ പാനൽ ഓപ്പൺ ചെയ്യുവാണ്. F1. ഇതിൽ ഏറ്റവും ടോപ്പ് കോർണറിൽ ടാക്സിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്, ടാക്സ് ആൻഡ് നോൺ ടാക്സ്. ഇപ്പോൾ ടാക്സ് ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് നമ്പർ ടാക്സ് ഇൻവോയ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. നോൺ ടാക്സ് സെലക്ട് ചെയ്യുവാണെങ്കിൽ SINV ഇങ്ങനെയായിരിക്കും ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ടാക്സും നോൺ ടാക്സും ബില്ല് നമുക്ക് റീറ്റെയിൽ ഐഡി സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പറ്റും. ഇവിടെ സ്വിച്ച് ചെയ്താൽ മതി ടാക്സ് ഓർ നോൺ ടാക്സ്. പ്രൊഡക്റ്റ് സ്കാൻ ചെയ്യുക, ക്വിക്ക് പേയിൽ പോകാം, ബിൽ വരും. ഇനി നോൺ ടാക്സ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്തത് നോൺ ടാക്സ്. ഇനി ടാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം, അതിനുശേഷം ബില്ല് ചെയ്യാം. ഇപ്പോൾ ടാക്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോയ്സ് നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട്. പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം, ക്വിക്ക് പേ കൊടുക്കാം, ബില്ല് വരും. ഓക്കെ, ഇത് ഈ റിപ്പോർട്ട് ടാക്സ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ നോൺ ടാക്സ് ചെയ്ത ബില്ലുകളൊന്നും വരുന്നുണ്ടാവില്ല. ടാക്സ് റിപ്പോർട്ടിൽ ടാക്സ് ആഡ് ചെയ്ത പേ, അതായത് ഇവിടെ ടാക്സ് ടൈപ്പ് ടാക്സ് എന്ന് ആഡ് ചെയ്ത ബില്ലുകൾ മാത്രമേ ടാക്സ് റിപ്പോർട്ട്സിൽ അവൈലബിൾ ആയിരിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.